സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത കുടിശ്ശിക അനുവദിച്ച് സർക്കാർ 10% കുടിശ്ശികയാണ് അനുവദിച്ചത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. മാർച്ചിലെ ശമ്പളത്തോടൊപ്പമാണ് കുടിശ്ശിക ലഭിക്കുക. പുതിയ ഉത്തരവ് പ്രകാരം സർക്കാർ ജീവനക്കാർക്ക് 32% നിരക്കിലായിരിക്കും DA ലഭിക്കുക. കഴിഞ്ഞയാഴ്ച 3% കുടിശ്ശിക അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് 10% കൂടി അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ബഡ്ജറ്റിൽ വാഗ്ദാനം ചെയ്തിരുന്ന DA കുടിശ്ശിക സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ്. 35% DA ആണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നത്. 22% കൊടുത്തുകൊണ്ടിരുന്നത്. 13% കുടിശ്ശികയായിരുന്നു. ഇത് ഗഡുക്കളായി നൽകുമെന്നായിരുന്നു ബഡ്ജറ്റിലെ പ്രഖ്യാപനം. ശമ്പള കമ്മീഷനും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് സ്കൂൾ, കോളേജുകൾ, പോളിടെക്നിക്കുകൾ എന്നിവയിലെ ജീവനക്കാർ ക്ഷാമബത്ത 25% നിന്ന് 35% ഉയർത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം വർദ്ധിപ്പിച്ച അലവൻസുകൾ വിതരണം ചെയ്യുമെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. പുതുക്കിയ DA, പാർട്ട് ടൈം അധ്യാപകർ, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, വീണ്ടും ജോലിയിൽ പ്രവേശിച്ച പെൻഷൻകാർ എന്നിവർക്കും അവരുടെ ശമ്പളത്തെ അടിസ്ഥാനമാക്കി ബാധകമാകുമെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന സർവീസ്, കുടുംബം, എക്സ് ഗ്രേഷ്യ കുടുംബ പെൻഷൻകാർക്കുള്ള ക്ഷാമബത്തയ്ക്കും സമാനമായ വർധനവ് അംഗീകരിച്ചിട്ടുണ്ട്. വർദ്ധിപ്പിച്ച തുകകൾ ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം നൽകും. DA, DR കുടിശ്ശിക സംബന്ധിച്ച് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിപ്പിക്കുമെന്ന് അത് കൂട്ടിച്ചേർത്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി ശുപാർശ നൽകാൻ കമ്മീഷനെ വയ്ക്കുമെന്ന് ജനുവരി 29 ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു. 3 മാസം കൊണ്ട് ശമ്പള വർധന നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു നിയമസഭയെ KN ബാലഗോപാൽ അറിയിച്ചത്. എന്നാൽ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരണത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ബഡ്ജറ്റ് കഴിഞ്ഞ ശേഷം 4 മന്ത്രിസഭാ യോഗങ്ങൾ നടന്നു. പക്ഷേ ഇനിയും ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങിയിട്ടില്ല. ഇത് സർക്കാർ ജീവനക്കാരിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുമുണ്ട്. അടുത്തയാഴ്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ സംസ്ഥാനത്തെത്തും. സന്ദർശനം കഴിഞ്ഞ അധികം വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരുപക്ഷെ മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം അവസാനം മുതൽ നിലവിൽ വരാനുള്ള സാധ്യത തള്ളാനുമാകില്ല. അതിനു മുൻപ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുമോ എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ഇല്ലെങ്കിൽ അത് അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ നീണ്ടേക്കും. കമ്മീഷന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കുറഞ്ഞത് 3 മാസം വേണ്ടിവരും. അതിനാൽ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2021 അവസാനമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. 25,000 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ വന്ന അധിക ചെലവ്. അതേസമയം 23,000 കോടി രൂപയാണ് 12ാം ശമ്പള പരിഷ്കരണത്തിനായി ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 2ാം പിണറായി സർക്കാർ 11ാം ശമ്പള പരിഷ്കരണത്തിൽ സ്റ്റേജ് ടു സ്റ്റേജ് ഫിക്സേഷൻ നടപ്പാക്കിയിരുന്നു. ഇതോടെ ഏറ്റവും കുറഞ്ഞ വർധന 1,880 രൂപയായി ചുരുങ്ങി. DA ലയിപ്പിച്ചു എന്നതല്ലാതെ ഫിക്സേഷൻ നേട്ടമായി ജീവനക്കാർക്ക് മറ്റൊന്നും ലഭിച്ചിരുന്നില്ല. അതിനു മുൻപ് 10ാം ശമ്പള പരിഷ്കരണത്തിൽ 12% ഫിറ്റ്മെന്റ് ആനുകൂല്യവും സർവീസ് വെയിറ്റേജും ലഭിച്ചതോടെ കുറഞ്ഞ ശമ്പള വർധന 2,200 രൂപയായിരുന്നു. എന്നാൽ ഇക്കുറി പരിഷ്കരണം എത്തരത്തിലായിരിക്കുമെന്ന ആശങ്ക ജീവനക്കാർക്കുമുണ്ട്. പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും സർക്കാർ ജീവനക്കാർക്കായി ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ ഹോസ്പിറ്റലുകളും ഉയർത്തിയ തുകയുമായി വിപുലീകരിച്ച മെഡിസെപ് 2.0 പദ്ധതിയും സർക്കാർ ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ട് ബജറ്റിൽ നടത്തിയ മറ്റൊരു ക്ഷേമ പ്രഖ്യാപനമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.